ഏപ്രിൽ 1-ന് ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം. പതിറ്റാണ്ടുകളായി ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ തുടരുന്ന ഒളിയുദ്ധം മറനീക്കി പരസ്യയുദ്ധത്തിലേക്ക് മാറുന്നതാണ് പിന്നീട് കണ്ടത്. കോൺസുലേറ്റ് ആക്രമിച്ച് തങ്ങളുടെ ഉന്നത സൈനിക മേധാവികളെ കൊന്നതിന് പ്രതികാരമായി ഇറാൻ ഇക്കഴിഞ്ഞ ഞായറാഴ്ച 300 മിസൈലുകളും ഡ്രോണുകളുമായി ഇസ്രായേലിൽ ആക്രമണം അഴിച്ചുവിട്ടു. ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമണത്തിനായി ഇസ്രായേലിന്റെ F-35 വിമാനങ്ങൾ പറന്നുയർന്ന ഇസ്രായേൽ എയർബേസും ഇന്റലിജൻസ് സെന്ററും തകർത്ത് തരിപ്പണമാക്കിയതായി ഇറാൻ സൈനിക മേധാവി മുഹമ്മദ് ബാഖരി പറഞ്ഞിരുന്നു. എന്നാൽ ആക്രമണത്തിൽ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഇസ്രായേലിന്റെ വാദം. മിസൈലുകളിൽ 99% തടഞ്ഞതായും ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി അവകാശപ്പെടുന്നു. എന്നാൽ ഇറാന്റെ ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്ക് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇസ്രായേലിന്റെ യുദ്ധങ്ങളിലും തീവ്രവാദത്തിലും ഗവേഷണം നടത്തുന്ന വിദഗ്ധൻ ഒറി വിയൽകോവിനെ ഉദ്ധരിച്ച് ഇസ്രായേലി പത്രമായ മാരീവാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ ട്രൂ പ്രോമിസ് ഓപ്പറേഷനിൽ ഏകദേശം 185 ഷാഹിദ് 136 ഡ്രോണുകളും അവയുടെ ജെറ്റ് പവർ പതിപ്പായ ഷാഹിദ് 238ഉം വിക്ഷേപിച്ചിട്ടുണ്ടെന്ന് വിയാൽകോ പറയുന്നു. മണിക്കൂറിൽ 500 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനാകുന്ന ഡ്രോണുകളാണിവ. ഇറാനിയൻ സൈന്യം ഡസൻ കണക്കിന് ക്രൂയിസ് മിസൈലുകളും 110 ബാലിസ്റ്റിക് മിസൈലുകളുമാണ് വിക്ഷേപിച്ചത്. ഏജിസ് മിസൈൽ പ്രതിരോധ സംവിധാനം ഘടിപ്പിച്ച അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഉപയോഗിച്ച് US സൈന്യം കുറഞ്ഞത് 6 മിസൈലുകളെങ്കിലും തടഞ്ഞിട്ടു. ഇറാനിലെ വിവിധ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്നായാണ് ഇസ്രായേലിന് നേരെ നിരവധി ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടത്. അതേസമയം ഈ ഓപ്പറേഷനിൽ ഇറാന്റെ കൈവശമുള്ള എല്ലാത്തരം മിസൈലുകളും അവർ ഉപയോഗിച്ചിട്ടില്ലെന്ന് വിയാൽകോ വ്യക്തമാക്കുന്നു. ഇറാന്റെ കൈവശം ഏകദേശം 3000 ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. ഇതിൽ ഏകദേശം 800 മുതൽ 1000 വരെ മിസൈലുകൾക്ക് ഇസ്രായേലിലേക്ക് എത്താൻ കഴിയും. ഖൈബർ, ഇമാദ്, ഗദർ 110 തുടങ്ങിയ മിസൈലുകളാണ് ഇസ്രായേലിനെതിരെ ഇറാൻ ഉപയോഗിച്ചത്. 500 കിലോഗ്രാം ഭാരമുള്ള ഖൈബർ മിസൈലിന് 1450 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. 750 കിലോഗ്രാം ഭാരമുള്ള ഇമാദിന്റെ ദൂരപരിധി 2500 കിലോമീറ്റർ ആണ്. ഗദർ 110ന്റെ പരിധി 1800 മുതൽ 2000 കിലോമീറ്റർ വരെ. 650 മുതൽ 1000 കിലോഗ്രാം വരെയാണ് ഇതിന്റെ ഭാരം. ഇതിനു പുറമെ 2000 കിലോമീറ്റർ റേഞ്ചും 700 കിലോഗ്രാം ഭാരവുമുള്ള ഷെഹാബ് 3Bയും ഉപയോഗിച്ചിരിക്കാമെന്ന് വിയാൽകോ വ്യക്തമാക്കുന്നു. 2500 കിലോമീറ്റർ ദൂരപരിധിയും 1500 കിലോഗ്രാം ഭാരവുമുള്ള സെജിൽ, ഖോറാം ഷെഹർ എന്നീ നൂതന മിസൈലുകൾ പക്ഷേ ഇറാൻ ഉപയോഗിച്ചിട്ടില്ല. ശത്രുവിനെ ഒരു പാഠം പഠിപ്പിക്കുക മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസി പറഞ്ഞിരുന്നു. അതിനാൽ ഈ നൂതന മിസൈലുകളെല്ലാം ഭാവിയിലെ ഓപ്പറേഷനുകൾക്കായി കരുതി വെച്ചതാകാം. ഇറാൻ സൈന്യം ഇസ്രായേലിലെ 3 പ്രധാന സൈനിക താവളങ്ങളാണ് ആക്രമിച്ചത്. ഹെർമോൺ, നെവാറ്റീം, റാമോൺ എന്നീ ബേസുകളാണ് ആക്രമിച്ചതെന്നും വിയാൽകോ കൂട്ടിച്ചേർത്തു. അതേസമയം നെവാറ്റീം എയർബേസിന് മാത്രമാണ് ചെറിയ കേടുപാട് സംഭവിച്ചതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഹെർമോൺ ബേസിന് സമീപത്തെ റോഡ് തകർന്നെന്നും റാമോൺ ബേസിനെ ഒട്ടും ബാധിച്ചിട്ടില്ലെന്നും ഇസ്രായേൽ സൈന്യം വാദിക്കുന്നുണ്ട്. 5 ഇറാനിയൻ മിസൈലുകളാണ് നെവാറ്റീമിൽ പതിച്ചത്. യാത്രാവിമാനം, റൺവേ, കെട്ടിടം എന്നിവയ്ക്ക് ആക്രമണത്തിൽ കേടുപാട് സംഭവിച്ചിരുന്നു. ഇവിടേക്ക് വന്ന 9 മിസൈലുകളെ ഇസ്രായേലി വ്യോമവിരുദ്ധ സംവിധാനങ്ങൾ തകർക്കുകയും ചെയ്തു. റാമോൺ ബേസിന് സമീപത്തായി 5 മിസൈലുകൾ പതിച്ചതായാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഡിമോണ ന്യൂക്ലിയർ റിയാക്ടറിലെ കെട്ടിടത്തിൽ 1 ആക്രമണവും സമീപത്ത് 2 ആക്രമണവും നടന്നതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ വിശകലനം ചെയ്തപ്പോൾ മനസ്സിലായതായും വിയാൽകോ പറയുന്നു. ഗുണനിലവാരം കുറഞ്ഞ ഉപഗ്രഹ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വിശകലനങ്ങൾ നടത്തിയത്. ഉയർന്ന ഗുണമേന്മയുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ലഭിച്ചാൽ മാത്രമേ കൂടുതൽ നാശനഷ്ടങ്ങൾ നിർണ്ണയിക്കാൻ കഴിയൂ. ഇറാന്റെ 84% മിസൈലുകൾ മാത്രമാണ് ഇസ്രായേലിന് തടയാൻ സാധിച്ചത്. എന്നാൽ ഇസ്രായേലിന്റെ വാദം 99% പ്രതിരോധിച്ചുവെന്നാണ്. ഇത് ശരിയല്ലെന്നും വിയാൽകോ ചൂണ്ടിക്കാട്ടി.